ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവർക്ക് മാത്രം ജീവിച്ചാൽ മതിയെന്ന തോന്നല അവർക്ക്. ആരുമില്ലാത്തവര് ഈ ഭൂമിയിൽ ജീവിക്കാൻ പാടില്ല ശ്യാമേ. അവര് എല്ലാവരാലും നാണം കെടുകയുള്ളൂ. അതുകൊണ്ട് അവര് മരിക്കുക തന്നെ നല്ലത്. അപ്പൊ പറഞ്ഞു വന്നത് മെഡിക്കൽ കോളേജിലെ ഈ പ്രശ്നങ്ങളുടെ എന്തു പറഞ്ഞു? മീറ്റ് ചെയ്യാൻ പറഞ്ഞു. മീറ്റിംഗ് കഴിഞ്ഞ് കാണാന്ന് പറഞ്ഞു. അവളുടെ സൗകര്യത്തിന് കാണാനേ എനിക്ക് സൗകര്യമില്ലാന്ന് ചെന്ന് പറഞ്ഞേക്ക്. പിന്നെ എന്റെ ജീവിതത്തിന്റെ ഒരുപാട് സമയം ഞാൻ കളഞ്ഞിട്ടുണ്ട് അവക്ക് വേണ്ടി, അവളുടെ പഠനത്തിന് വേണ്ടി. അവളിപ്പോ വലിയ വായിൽ കൽപ്പിച്ചല്ലോ ആ കറങ്ങുന്ന കസേരയിലിരുന്ന്. അതിന് വഴിവെച്ചവരുടെ കൂട്ടത്തിലെ ഞാനും ഉണ്ടായിരുന്നു. അതൊന്നും മറക്കരുതെന്ന് പറഞ്ഞേക്ക് നിന്റെ കളക്ടറോട്. ഈ പറയുന്ന ഫണ്ട് തീർക്കാൻ പറ്റുമെന്നാണോ മാഡം പറയുന്നത്? ആദ്യം എന്തൊക്കെയാണ് അവിടെ ചെയ്യേണ്ടത്, അതിന് എത്ര ഫണ്ട് വരുമെന്നൊക്കെ അതാത് ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്യണം. എന്നിട്ടൊരു ധാരണയിലെത്തണം. അതിനുശേഷം ബാക്കി പ്രവർത്തനങ്ങൾ എങ്ങനെയാ വേണ്ടതെന്ന് നമുക്ക് ആലോചിക്കാം. ശരി മാഡം. ഓക്കെ, ശരി. മാഡം, എവിടെ ശാരി ചേച്ചി? വരാൻ പറയ്. പോയി മാഡം. പോയോ? ഇരിക്കാൻ പറഞ്ഞിട്ട് ഇരുന്നില്ല. കുറച്ച് വയലന്റ് ആയിട്ടാ വന്നത്. എന്തോ കാര്യമായ പ്രശ്നം ഉണ്ടായിട്ട് വന്നതാണെന്ന് തോന്നുന്നു. മീറ്റിംഗിനിടയിലായതുകൊണ്ട് സംസാരിക്കാനും പറ്റിയില്ല. ഫോൺ എടുക്കാൻ സാധ്യത കുറവാ മാഡം. അനു, ഞാൻ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. ചെന്ന് കണ്ടാൽ തീരാവുന്ന വഴക്കുണ്ടാവും. എല്ലാവരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മൾ വേണം. പക്ഷെ നമ്മുടെ പ്രശ്നങ്ങൾ അതവര് മനസ്സിലാക്കിയില്ല. ഞാൻ പോയിട്ട് വരാം. അല്ല, വലിയച്ചി എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞേ? എനിക്ക് കുറച്ചു നേരം നിന്റെ അടുത്ത് നിൽക്കണമെന്ന് തോന്നി. എനിക്കും ആരെങ്കിലൊക്കെ ഉണ്ടെന്ന് എന്നെ തന്നെ ഒന്ന് ബോധ്യപ്പെടുത്താനാ. എന്താ വലിയച്ചി ഇതൊക്കെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആരുമില്ലാത്തവളായി പോയി മോളെ നിന്റെ വലിയേച്ചി. അച്ഛനുമില്ല, അമ്മയില്ല. എന്നും സഹായത്തിനുണ്ടാവുന്ന കരുതിയിരുന്ന വലിയ ഉദ്യോഗക്കാരിയായ അനിയത്തെ കാണാൻ ചെന്നപ്പോ ആട്ടി ഇറക്കുകയും ചെയ്തു. ആര്? കുഞ്ഞേച്ചിയോ? ആ കളക്ടർ മാഡത്തെ കാണാൻ മുൻകൂട്ടി അനുവാദം വാങ്ങണമെന്ന്. അങ്ങനെ അനുവാദം വാങ്ങിയുടെ കാര്യമൊന്നും ഈ ശാരികയ്ക്കില്ല. എന്റെയും കൂടെ വേർപ്പാ മോളെ. അവളിപ്പോ ഞെളിഞ്ഞിരിക്കുന്ന ആ കസേരയെന്ന് അവള് മനസ്സിലാക്കുന്നില്ലല്ലോ. പഠിത്തത്തില് മോശമായതുകൊണ്ടല്ല ഞാൻ പഠനം നിർത്തിയത്. അമ്മയെ സഹായിച്ചുകൊണ്ട് ശാലിനിയെ പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ സ്വയം ഒഴിഞ്ഞു കൊടുത്തതാ. ഞാൻ കൊണ്ട പുകയും കരിയുക അവൾക്ക് ഇന്ന് AC റൂമിൽ ഇരിക്കാനുള്ള യോഗ്യത നേടിക്കൊടുത്തത്. ഉയരട്ടെ, നമ്മളെയൊക്കെ ഇടിച്ചു താഴ്ത്തിക്കൊണ്ട് എത്ര വേണമെങ്കിലും ഉയരട്ടെ, അതില് എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ അപമാനിക്കരുത്, പ്രത്യേകിച്ച് എന്നെ. അവളെ അവളാക്ക് ഞാൻ അതിന് മാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട് മോളെ. വലിയച്ചി, ഇതിലാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അധികാരവും കൈ നിറയെ കാശും വരുമ്പം എല്ലാവരും എല്ലാം അങ്ങ് മറക്കും. അവിടെ കഷ്ടപ്പെട്ടതോ ഒന്നിച്ച് പട്ടിണി കിടന്നതോ ഒന്നോ ആർക്കും ഒരു ഓർമ്മയുണ്ടാവില്ല. അവനവന്റെ നിലനിൽപ്പും മാന്യതയും മാത്രമേ നോക്കൂ. അപ്പൊ പിന്നെ വന്ന വഴികളിലെ മുഖങ്ങൾക്ക് പരിചയഭാവം പോലും കാണിക്കാൻ പറ്റില്ലല്ലോ.
അല്ല വല്യേച്ചി എന്തിനാ കുഞ്ഞേച്ചിയെ കാണാൻ കളക്ടറേറ്റിൽ പോയത്? ആ, എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള പ്രശ്നം വീട്ടിലുണ്ടായോ? അച്ഛൻ വല്യേച്ചി വഴക്ക് പറഞ്ഞോ? അതോ അമ്മയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഉണ്ടായോ? അങ്ങനെ എന്തെങ്കിലും ഇല്ലാതെ വല്യേച്ചി ഇങ്ങനെ ഓടിപ്പാഞ്ഞ് നടക്കില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. മോളെ, രാജീവേട്ടൻ ഡിവോഴ്സ് ലെറ്റർ അയച്ചിരിക്കുക. രാജീവേട്ടൻ ഞാൻ വിളിച്ച ഫോൺ എടുക്കില്ല, പക്ഷെ ശാലിനി വിളിച്ച എടുക്കും. എനിക്ക് ഉറപ്പാ ഇത് അയച്ചിരിക്കുന്നത് രാജീവേട്ടന്റെ തീരുമാനത്തിലല്ല, രാജീവേട്ടന്റെ അമ്മയുടെ അമ്മാവന്റെയും തീരുമാനത്തില. അവരുടെ നിർബന്ധത്തില് രാജീവേട്ടൻ ഇതിൽ ഒപ്പിട്ടിരിക്കുന്നത്. അതെനിക്കൊന്ന് അറിയണമായിരുന്നു. രാജീവേട്ടന്റെ നാവിൽ നിന്ന് തന്നെ അതിന്റെ സത്യാവസ്ഥ എനിക്ക് മനസ്സിലാക്കണമായിരുന്നു. അതിനുവേണ്ടി ഞാൻ ശാലിനിയെ കാണാൻ പോയത്. പക്ഷെ അതെന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അപമാനമായിട്ട് മാറി. കുടുംബശ്രീ ശാരദയുടെ മോള് കളക്ടറായപ്പോ നാട്ടുകാരൊന്നടങ്കം പറഞ്ഞു, ആ വീട് രക്ഷപ്പെട്ടു, ആ കുടുംബം ഇനി കണ്ണീര് കാണില്ല, കൂടപ്പറപ്പുകളെയൊക്കെ ശാലിനി പൊന്നുപോലെ നോക്കുമെന്നും പിന്നെ അവൾ എല്ലാവരുടെ പ്രശ്നങ്ങളും പരിഹരിക്കുമെന്നൊക്കെ. എന്നിട്ടിപ്പോ എന്തായി? പണ്ടെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്ന കുഞ്ഞേച്ചി ഇപ്പൊ അധികാരത്തിന്റെ ഗർവിൽ എല്ലാം പടവെട്ടി പിടിക്കാൻ ശ്രമിക്കുക. അവർക്ക് മാത്രം ജീവിച്ചാ മതിയെന്ന തോന്നല അവർക്ക്. ആരുമില്ലാത്തവര് ഈ ഭൂമിയിൽ ജീവിക്കാൻ പാടില്ല ശ്യാമേ. അവര് എല്ലാവരാലും നാണം കെടുകയുള്ളൂ. അതുകൊണ്ട് അവര് മരിക്കുക തന്നെ നല്ലത്. ഞാനിപ്പോ അങ്ങനെയൊക്കെ ചിന്തിച്ചു പോവുക. വല്യേച്ചി അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. ഈ ഭൂമിയിൽ ഒന്നുമില്ലാത്തവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്. പണം ഉള്ളവന്റെ ഒപ്പം തന്നെ അവൻ ശ്വസിക്കുന്നത് പോലെ ജീവവായു ശ്വസിക്കാനുള്ള അവകാശം അവർക്കുണ്ട്. അപ്പൊ പിന്നെ നമ്മൾ എന്തിനാ നമ്മുടെ ജീവിതം ഇല്ലാതാക്കുന്നേ? ദേ, കണക്കുകൾ ഈശ്വരനെ ബോധിപ്പിച്ചാ പോരെ? അതിന് ഈശ്വരൻ ഒരു സമയം തരും. അതുവരെ നമ്മൾ നമ്മുടെ ജീവൻ എടുക്കുന്ന കാര്യം ചിന്തിക്കാനേ പാടില്ല. അങ്ങനെ നമ്മളെ ചതിച്ചുകൊണ്ട് ഇവിടെ ആരും ആളാവണ്ട. വല്യേച്ചിയുടെ കൂടെ ഞാനുണ്ട്. വല്യേച്ചി ഒന്നും കൊണ്ട് വിഷമിക്കണ്ട.